ദാ ഐസ് ഉണ്ടോ കാറെല്ലാം, വണ്ടികളെല്ലാം ഐസ് ആയിട്ടിരിക്കുക. ഇനി രാവിലെ ജോലിക്ക് പോകാനായിട്ട് ആൾക്കാർ ഇറങ്ങുമ്പോൾ ഈ ഐസ് കളയുന്ന ഒരു പണിയാണ്. കണ്ടോ, എല്ലാ വണ്ടിയുടെയും മേളിൽ ഐസാണ്. ഇനി ഒരു 10 മിനിറ്റ് ഉണ്ട് ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നടക്കുക. ദാ അത് കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ്, സെൻറ്റ് ഹേലിയർ എന്ന് പറയുന്നത്. ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ വരെ നടന്നാൽ വേറെ ബസ് കിട്ടും. അവിടെ നിന്ന് വേറെ ബസ്സിൽ പിടിച്ചിട്ട് അടുത്ത ബസ്സിൽ പോകണം. ഇതാ എത്ര ഫ്ലൈറ്റാണ് പോകുന്നതെന്ന് നോക്കി, കാണാൻ പറ്റുന്നുണ്ടോ ലൈറ്റൊക്കെ. രാവിലെ ഈ തണുപ്പത്തോട്ട് ഇറങ്ങിയിട്ട് കണ്ണെല്ലാം അങ്ങ് നിറഞ്ഞൊഴുകുന്നു തണുപ്പിൻ്റെ. രാവിലെ നടന്നിട്ട് ഇങ്ങനെ കിതയ്ക്കുകയും ചെയ്യുന്നു. ദാ അവിടെ ആ ലൈറ്റ് കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ്. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലല്ല കേട്ടോ. അയ്യോ, ഇപ്പം മണി 6 കഴിഞ്ഞു. നല്ല ഇരുട്ടാണ്. റോഡിലെങ്ങും ആരുമില്ല, വിജനമായ റോഡ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ വണ്ടികൾ പോകുന്നുണ്ട്. ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ടോ? ദാ ലൈറ്റ് കാണുന്ന വൈറ്റ്. ഇനി അവിടം വരെ നടക്കണം. എത്ര ഫ്ലൈറ്റാണ് പോകുന്നതെന്ന് നോക്കി രാവിലെ. ഈ ഫ്ലൈറ്റൊക്കെ പോകുന്നത് കാണുമ്പോൾ ഞാൻ നാട്ടിൽ കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്ന ഒരു ഓർമ്മയാണ്. അപ്പോൾ റോഡിലൂടെ ആരും ഇല്ലാതെ ഇങ്ങനെ തന്നെ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ട് പോകാൻ നല്ല രസമുണ്ട്. അപ്പോൾ കുറച്ച് തണുപ്പൊന്നും അറിയില്ല, നടപ്പിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും അറിയില്ല. ഞാൻ എത്താറായി. ഇനി അവിടെ നിന്ന് ഏതെങ്കിലും ബസ്, 2 സൈഡിൽ നിന്നാലും ഏതെങ്കിലും ബസ് കിട്ടും. അത് ഒരേ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ദാ ഫ്ലൈറ്റിൻ്റെ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കണ്ടോ?
ഇവിടുത്തെ ഒരു വലിയ ഹോസ്പിറ്റലാണ് സെൻറ്റ് ഹേലിയർ. അതിൻ്റെ ബാക്കിൽ തന്നെ അതിനോട് ചേർന്നൊരു കുട്ടികളുടെ ഹോസ്പിറ്റലുണ്ട്, ക്വീൻ മേരീസ്. ചിലപ്പോൾ സ്ലിപ്പായി പോവും ഗ്രിപ്പുള്ള ഷൂസ് അല്ലെങ്കിൽ. ഇതുണ്ടോ പുല്ലൊക്കെ മഞ്ഞാണ്. അതാണ് ഹോസ്പിറ്റൽ. കണ്ട, എനിക്ക് ഈ തണുത്തിട്ട് ഈ സംസാരിക്കുമ്പോൾ അങ്ങോട്ട് എന്താണ് ഒരു ഐസ് ഉണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സെൻറ്റ് ഹേലിയർ ഹോസ്പിറ്റൽ. ഈ തണുത്ത് മരിച്ചിരിക്കുന്നത് കാരണം ഈ ലിപ്സെല്ലാം അങ്ങോട്ട് ശരിയാവുന്നില്ല സംസാരിച്ചിട്ട്. ഇതാണ് കണ്ടോ. ഇതാണ് ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാലും കിട്ടും ബസ്. ഇതാണ് ഹോസ്പിറ്റൽ.